ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് ഇൻസുലിൻ മെറ്റബോളിസം കൃത്യമാക്കാൻ സഹായിക്കുന്ന നല്ലൊരു പാനീയമാണിത്. പ്രമേഹം തുടക്കക്കാർക്ക് വളരെ ഇഫക്റ്റീവായ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. അടുക്കളയിലെ പല സുഗന്ധവ്യഞ്ജനങ്ങളും നമുക്ക് പലതരത്തിലും ആരോഗ്യകരമാകുന്നുണ്ട്. ഇവ പല രോഗങ്ങൾക്കുമുള്ള മരുന്നു കൂടിയാണ്. മസാലകളിൽ പെടുന്ന ഒന്നാണ് സിനമൺ എന്ന് പറയുന്ന കറുവപ്പട്ട. ഇത് പൊതുവെ സ്വാദിനും മണത്തിനുമായി ഉപയോഗിക്കുന്നുവെങ്കിലും ആരോഗ്യപരമായി പല ഗുണങ്ങളും തരുന്നുണ്ട്. ഇത് തടി കുറയ്ക്കുന്നതിനും ഷുഗർ കുറയ്ക്കുന്നതിനും മരുന്നായി ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഒന്നുകൂടിയാണ് കറുവപ്പട്ട. ബാക്ടീരിയൽ, ഫംഗൽ അണുബാധകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല, വായനാറ്റം അകറ്റാനുള്ള നല്ലൊരു വഴിയാണ് കറുവപ്പട്ട. ഇത് മോണ ആരോഗ്യത്തിനും ഉത്തമമാണ്. പല്ലു സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് കറുവപ്പട്ട. ഈ സുഗന്ധവ്യഞ്ജനത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാക്കുന്ന ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, ഇത് പ്രകൃതിദത്തമായി വീക്കവും വേദനയും ശമിപ്പിക്കാൻ സഹായിക്കുന്ന ഒറ്റമൂലി കൂടിയാണ്. കോശങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും വളരെ നല്ലതാണ് കറുവപ്പട്ട. അടുത്തത്, തടി കുറയ്ക്കാനുള്ള മികച്ചൊരു മരുന്ന് കൂടിയാണ് കറുവപ്പട്ട. ഇത് ശരീരത്തിലെ മെറ്റബോളിസം കൃത്യമാക്കി തടി കുറയ്ക്കാൻ സഹായിക്കുന്നു. തടി കുറയ്ക്കുന്നതിന് കറുവപ്പട്ട വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. കറുവപ്പട്ട അസുഖങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. എങ്കിലും ഇതുപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കറുവപ്പട്ടയിൽ സിനമാർഡിഹൈഡ് എന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. പ്രമേഹമുള്ളവരിൽ ഇത് ഇൻസുലിൻ മെറ്റബോളിസം കൃത്യമാക്കാൻ സഹായിക്കും. ഇൻസുലിനാണ് പഞ്ചസാരയെ ദഹിപ്പിക്കുന്നതും ഊർജ്ജമാക്കി മാറ്റുന്നതും. അതുപോലെ കാർബോഹൈഡ്രേറ്റ് കൂടുമ്പോൾ ഇത് കൊഴുപ്പായി മാറാതെ സംരക്ഷിക്കുന്നതും ഇൻസുലിനാണ്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് ഇൻസുലിന് ഈ പ്രവൃത്തി നടത്താൻ സാധിക്കില്ല. അതായത് ബ്രെയിൻ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ശരീരത്തിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് പഞ്ചസാര കൊഴുപ്പായി മാറുന്നു, ഊർജ്ജമായി മാറുന്നില്ല. ഇത് ടൈപ്പ് 2 പ്രമേഹമുള്ളവരിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് തടി കൂടാനുള്ള കാരണം. എന്നാൽ കറുവപ്പട്ടയ്ക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇത് ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ തടി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഷുഗർ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനും കറുവപ്പട്ടയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും കറുവപ്പട്ട ഭക്ഷണത്തിൽ ചേർത്തുമൊക്കെ കഴിക്കാവുന്നതാണ്. സാധാരണ പ്രമേഹ രോഗികളിലെത്തുന്ന പഞ്ചസാര രക്തത്തിലെ ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രക്തത്തിൽ പെട്ടെന്ന് ഷുഗർ ഉയരുമ്പോൾ നടക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കറുവപ്പട്ട. ഇനി രോഗങ്ങൾക്ക് മരുന്നായി കറുവപ്പട്ട എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. കറുവപ്പട്ട രക്തത്തിലേക്ക് ശരിയായി വലിച്ചെടുക്കാൻ കറുവപ്പട്ടയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലത്. ഇതിന് 2 മുതൽ 6 ഗ്രാം വരെ കറുവപ്പട്ട ഉപയോഗിക്കാവുന്നതാണ്. ഈ വെള്ളം തയ്യാറാക്കുന്നതിന് 1.5 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ച് ചേർക്കുക. നന്നായി തിളപ്പിക്കുക. 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായി മാറുന്നത് വരെ തിളപ്പിക്കുക. 1 ഗ്ലാസ് ആയതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക, അരിച്ചെടുക്കുക, കുടിക്കുക. ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. ഇനി ഭക്ഷണശേഷം, പ്രത്യേകിച്ചും ചോറ് പോലുള്ള ആഹാരപദാർത്ഥങ്ങൾ കഴിച്ചതിന് ശേഷം ഈ വെള്ളം കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കറുവപ്പട്ട പൊടിക്കാതെ മുഴുവനോടെ ഇട്ട് തിളപ്പിക്കരുത്. ഇത് പൊടിയാക്കിയിട്ട് തിളപ്പിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത്. ഇനി വ്യായാമം ചെയ്യുന്നവർക്ക് ഈ വെള്ളം വ്യായാമം ചെയ്യുന്നതിന് തൊട്ട് മുൻപായി കുടിക്കുന്നത് വളരെ നല്ലതാണ്. 1/2 ഗ്ലാസ് കറുവപ്പട്ട വെള്ളം കുടിച്ചാൽ മതി. ഇത് ഉപാചയ പ്രക്രിയ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും കൊഴുപ്പ് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഇൻസുലിൻ എടുക്കുന്നവർ ഈ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മരുന്നിനോടൊപ്പം ഈ വെള്ളം കൂടി കുടിക്കുമ്പോൾ ശരീരത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴാനും തല ചുറ്റാനും കാരണമാകും. അതിനാൽ ഇൻസുലിൻ എടുക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ വെള്ളം കുടിക്കുക. അടുത്തത്, കറുവപ്പട്ട 2 തരമുണ്ട്: കാസിയ സിനമൺ, സിലോൺ സിനമൺ. ഇതിൽ സിലോൺ സിനമൺ ആണ് കൂടുതൽ നല്ലത്. സിലോൺ കറുവപ്പട്ടയ്ക്ക് വില കൂടുതലാണ്.
എന്നാൽ നമുക്ക് ധാരാളമായി ലഭിക്കുന്നത് കാസിയ സിനമൺ. ഇതിന് വേണ്ടത്ര ഗുണം ലഭിക്കില്ല. കാസിയയിൽ സിനമാൽഡിഹൈഡ് തീരെ കുറവാണ്. മാത്രമല്ല ഇതിൽ കൗമാരിൻ എന്ന വിഷാംശവുമുണ്ട്. ഇത് സ്ഥിരം ശരീരത്തിലെത്തിയാൽ ദോഷമാണ്. സിലോൺ സിനമൺ തീരെ കട്ടി കുറഞ്ഞതും പേപ്പർ പോലെ നേർത്തതും പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതും ലൈറ്റ് മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. കാസിയ സിനമണ് വില കുറവാണ്. ഇത് ബ്രൗൺ നിറത്തിലാണ് ലഭിക്കുന്നത്. ഇത് പെട്ടെന്ന് ഒടിയില്ല. അതുപോലെ തന്നെ മിക്സിയിൽ പൊടിക്കാനും പറ്റില്ല. അതുകൊണ്ട് സിലോൺ സിനമൺ മാത്രമേ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് ഉപയോഗിക്കാവൂ. ഇനി ഷുഗറുള്ളവർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അവർക്കും ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർക്കും ഷുഗർ തുടക്കക്കാർക്കുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു പാനീയമാണിത്. ചിലപ്പോൾ ഭക്ഷണകാര്യത്തിൽ ക്രമക്കേടുകൾ സംഭവിക്കുമ്പോഴെല്ലാം ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. ഷുഗറുള്ളവർ നല്ല ഹെവി ഫുഡ് കഴിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. കാരണം ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പാക്കി മാറ്റാതെ ഊർജ്ജമാക്കി മാറ്റാൻ ഈ ഡ്രിങ്ക് സഹായിക്കും. അപ്പോൾ ഷുഗറുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനും റെസിപ്പിയുമായി കാണാം. താങ്ക്